ആദ്യമായി നമ്മുടെ രാജ്യാതിർത്തിയിൽ ഭീകരരുടെ വെടിയേറ്റു മരിച്ച ജീവനുകൾക്ക് മുന്നിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് രണ്ട് വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് ഈ സമയത്ത് പ്രതികരിച്ചില്ല എങ്കിൽ ഞാനൊക്കെ മനുഷ്യനായിട്ട് എന്താണ് കാര്യം? പ്രത്യേകിച്ച് ഇന്നലെ പഹൽഗാമിൽ നടന്നത് അതൊരു ഭീകരാക്രമണമാണ്. നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല, നമുക്കൊരിക്കലും അതിനോട് യോജിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് മുസ്ലിം വേഷനാമധാരികളായിട്ട് ഇവിടെ അക്രമം നടത്തുമ്പോൾ മറ്റുള്ള ആളുകൾ വിചാരിക്കുന്നത് ഇസ്ലാം തീവ്രവാദമാണ്, ഇസ്ലാം ഭീകരവാദമാണ് എന്നാണ്. പക്ഷെ ആളുകളെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിന്റെ ഇടയിൽ ഇവന്മാര് ചില ഡയലോഗ് അടിച്ചിരിക്കുന്നു. ഈ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് ഹിന്ദു കോനെ മുസ്ലിം കോനെ, ഇതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഈ രാജ്യത്ത് അൺട്രസ്റ്റ് ഉണ്ടാക്കുക, ഇവിടെ മനസ്സമാനത്ത് ജീവിക്കുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഇതുണ്ടാക്കിയിട്ട് ഇത് ഈ ഹിന്ദു കോനെ മുസൽമാൻ കോനെ എന്ന് ചോദിച്ചിട്ട് ഹിന്ദുക്കളെ മാത്രം വെടിവെച്ച് കൊല്ലുന്നത് കാണിക്കുന്ന സമയത്ത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലാൻ വേണ്ടി മുസ്ലിം ഇറങ്ങിയിരിക്കുകയാണെന്നുള്ളൊരു അത് ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്ത് കഴിഞ്ഞാൽ കാശ്മീർ മാത്രമല്ല പലയിടത്തും ഇതിന്റെ റിപ്പർക്കഷൻസ് ഉണ്ടായിരിക്കും. എന്നാൽ ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചത് സാഹോദര്യമാണ്, ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചത് സ്നേഹമാണ്. എല്ലാ മതവും ഇവിടെ പഠിപ്പിച്ചത് സ്നേഹവും സാഹോദര്യമാണെങ്കിലും ഇസ്ലാം അതിൽ ഒരു പടി മുന്നിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പല ഹദീസുകളിലായി പലപ്പോഴായി ഈ സാഹോദര്യത്തിനെ കുറിച്ചും സ്നേഹത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അക്രിം ജാറക വലൗ കാന കാഫിറ, നിന്റെ അയൽവാസി ഒരു അമുസ്ലിമായ മനുഷ്യനാണെങ്കിൽ പോലും അവരെ ബഹുമാനിക്കാത്തിടത്തോളം കാലം നീ ഒരു യഥാർത്ഥ മുസ്ലിം അല്ല എന്നാണ് പറഞ്ഞത്. അവിടെ എടുത്തു പറഞ്ഞു വലൗക്കാന കാഫിറ, അത് അമുസ്ലിമായ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളാവട്ടെ നിന്റെ അയൽവാസിയെ നീ ബഹുമാനിക്കണം എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്നാണ് പറഞ്ഞത്. അയൽവാസിയായ മുസ്ലിം എന്നല്ല പറഞ്ഞത്, അയൽവാസിയായ നിന്റെ കുടുംബം എന്നല്ല പറഞ്ഞത്. അയൽവാസിയായ മനുഷ്യൻ അത് ആരായാലും, ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളായാലും ഏത് മതമില്ലാത്ത ആളായാലും ആരായാലും നിന്റെ അയൽവാസിയെ നീ ബഹുമാനിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നാ പറഞ്ഞത്. ഒരു മതവും ഇവിടെ ഭീകരവാദം പഠിപ്പിച്ചിട്ടില്ല, ഒരു മതവും ഇവിടെ തീവ്രവാദം പഠിപ്പിച്ചിട്ടില്ല. ഒരു മതത്തിൽ ഏത് മതമായാലും ഒരു മതത്തിൽ യഥാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇവിടെ ഭീകരവാദമോ തീവ്രവാദമോ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഈ ചെയ്യുന്നതോ അവർ തീവ്രവാദികളാണ്, അവർ ഭീകരവാദികളാണ്, അവരെ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ചോര കൊണ്ട് അശനിവാദം ഈ മഹാരാജ്യത്തിന്റെ പ്രതികാരം തടുക്കാൻ നിങ്ങളുടെ സൈനിക മേധാവി ഉണ്ടല്ലോ. ഇന്ത്യ വിരോധം തലക്ക് പിടിച്ച് വട്ടായൊരുത്തൻ അസീം മുനീർ, അയാളും അയാളുടെ കൂലിപ്പട്ടാളവും കുറച്ചുകൂടി മൂക്കണം, ചെറുക്കാമെങ്കിൽ ചെറുക്ക്. അവിടെ മതം തിരിഞ്ഞ് നിങ്ങൾ പാവങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ നായാടിയെങ്കിൽ, വീണവന്റെ മതം ചെയ്യാത്ത ഞങ്ങൾ ഇന്ത്യക്കാർ രോഷത്തിൽ എരിയുന്നുണ്ടെങ്കിൽ, വിനാശകാലെ നിങ്ങൾ ചിന്തിയത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ചോരയാണെങ്കിൽ, കസൂരിയും അയാളുടെ മാസ്റ്റർ ബ്രെയിൻ തന്തമാരും ആയുഷണ്ണി കാത്തിരുന്നോ? വരുന്നുണ്ട് നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് റഫാൽ മൊറാഷ് തീർക്കുന്ന വെടിക്കെട്ട്. വെറിയൻ സാമ്രാജ്യങ്ങൾക്ക് മുകളിലേക്ക് തീമഴ പെയ്യിക്കാൻ ലോകത്തെ എണ്ണം പറഞ്ഞ പട്ടാള ശക്തി, കൂടപ്പറന്ന ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഞങ്ങളുടെ നെഞ്ചിലെ പ്രതികാരത്തിന്റെ സംഹാര ശക്തി. ഈ സമയത്ത് ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഗവൺമെന്റിനോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ഇന്നലെ പഹൽഗാമിൽ നടന്ന ആ ഭീകരാക്രമണത്തിൽ ഇന്ത്യയിലെ ഓരോ ആളുകളുടെയും മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി ചോദിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഏത് കാലത്തും മറന്നു പോകാത്ത രൂപത്തിലുള്ള അതേ നാണയത്തിൽ തിരിച്ചടിക്കണമെന്നാണ് എനിക്ക് ഇന്ത്യൻ ഗവൺമെന്റിനോട് അപേക്ഷിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്ത്യ രാജ്യത്തിനെ, ഇന്ത്യൻ ജനതയെ ഒരമ്മ പെറ്റ മക്കളെ പോലെ സാഹോദര്യത്തോടുകൂടെ നിലനിർത്തി തെരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. Uchas Creation YouTube channel. Like, share, comment and subscribe.